സ്ഥാനാർത്ഥി പട്ടികയിലെ ചെറുപ്പക്കാരനാണ് താനൂരിൽ കന്നി അംഗത്തിന് ഇറങ്ങിയിരിക്കുന്ന MSF നേതാവ് PK നവാസ്. നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റി ജനങ്ങളെ നേരിൽ കണ്ട് വോട്ടുറപ്പാക്കുകയാണ് PK നവാസ്. ഓരോ തിരഞ്ഞെടുപ്പിലും BJPക്ക് വ്യത്യസ്ത വോട്ടിംഗ് നിലയുള്ള താനൂരിൽ CPIMുമായി ഇക്കുറിയും ഡീലുണ്ടെന്ന് PK നവാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 2 തവണയായി നഷ്ടപ്പെട്ട താനൂർ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇക്കുറി മുസ്ലിം ലീഗ് ഏൽപ്പിച്ചിരിക്കുന്ന MSF സംസ്ഥാന പ്രസിഡന്റ് കൂടിയ PK നവാസിനെയാണ്. PK നവാസ് സജീവമായി മണ്ഡലത്തിൽ തുടരുന്നു. എന്താണ് മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? മണ്ഡലം ഒരു മാറ്റത്തിനു വേണ്ടി കൊതിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലായ ഒരു കാര്യം. ജനങ്ങൾ മുഴുവൻ ഭരണം മാറണം, താനൂരിലും ജനപ്രതിനിധി മാറണം എന്ന അതിയായ ആഗ്രഹത്തിലാണ് ജനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ജനങ്ങൾ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാനും അവരെ നേരിട്ട് കേൾക്കാനുമാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താനൂരിലെ എന്തു വേണം, എങ്ങനെ വേണം താനൂർ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ടോ? തീർച്ചയായും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താനൂരിനെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ പ്രശ്നപ്പെടുത്ത കുടിവെള്ള പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിക്കുന്ന കാലത്താണ് ഈ കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നത്. പക്ഷേ 10 വർഷക്കാലം ഇവർക്ക് UDF ഭരണം നഷ്ടപ്പെട്ടു പോയി. ഈ 10 വർഷം കൊണ്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ, ഇവിടുത്തെ ജനങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു തുള്ളി വെള്ളം എത്തിക്കാൻ ഈ സംവിധാനങ്ങൾക്ക് സാധ്യമായിട്ടില്ല. അതുകൊണ്ട് പരമപ്രധാനമായും കുടിവെള്ളം തന്നെയാണ് ഏറ്റവും പ്രധാന പ്രശ്നം. കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ട് എന്നല്ലാതെ കായിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കും വിധം ഒരു അക്കാഡമിക്ക് തത്തുല്യമായ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികളോ ഇവിടെ നടക്കുന്നില്ല എന്നതാണ്. ഈ നിയമസഭാ മണ്ഡലത്തിനകത്ത് 3 or 4 നഗരങ്ങൾ മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന നഗരങ്ങളാണ്. അപ്പോൾ ഗതാഗതക്കുരുക്കഴിച്ച് ജനങ്ങൾക്ക് സുഖകരമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം. നമുക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു പഞ്ചായത്തിൽ പോയി ഒരു 10 സെൻറ്റ് സ്ഥലം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആ തുകയേക്കാൾ 3 ഇരട്ടി തുകയാണ് താനൂർ പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ വേണ്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന, ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതിന് പരിഹാരം ഉണ്ടാകണം. ഏറ്റവും വലിയ വിവാദങ്ങളെ ഡീൽ വിവാദം വരുന്നുണ്ട്. SDPIയുടെ വോട്ട് വിവാദങ്ങളെല്ലാം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. MSFന്റെ സംസ്ഥാന നേതാവ് കൂടിയായ അങ്ങയുടെ മണ്ഡലത്തിലും അത്തരം വിവാദങ്ങളൊക്കെ തുടരുന്നുണ്ട്. തീർച്ചയായും അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം നമുക്കറിയാം. 3 തെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ പ്രധാനമായി നടക്കാറുള്ളത്: നിയമസഭ, ലോകസഭ, ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ. ലോകസഭയിലും ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ വോട്ട് 15,000-ന് മുകളിലാണ്. പക്ഷേ നിയമസഭയിൽ എത്തുമ്പോൾ അത് 10,000-ൽ താഴെയാവുകയാണ്. അപ്പോൾ ഇത് ആരാണ് ഈ വോട്ട് എടുക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ആരാണ് കുറഞ്ഞു പോകുന്ന BJPയുടെ വോട്ട് പർച്ചേസ് ചെയ്തു പോകുന്ന ആളുകൾ? അത് മനസ്സിലാകണമെങ്കിൽ താനൂർ നഗരസഭയിലേക്ക് നോക്കിയാൽ മതി. താനൂർ നഗരസഭയിൽ ഒന്നാമത്തെ കക്ഷി അവിടെ UDF സംവിധാനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ. 2ാം സ്ഥാനത്ത് BJPയാണ്, പ്രതിപക്ഷം BJPയാണ്. 3ാം സ്ഥാനത്ത് ഈ പറയുന്ന CPM ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2ാം കക്ഷി BJP ആണെങ്കിൽ അത് നേരെ തിരിച്ച് നിയമസഭയിലേക്ക് എത്തുമ്പോൾ 2ാം കക്ഷി CPM ആവുകയാണ്, 3ാം കക്ഷിയായി BJP മാറുകയാണ്. അപ്പോൾ ആരാണ് കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതെന്ന് വളരെ വ്യക്തമാണ്. SDPയുടെ വോട്ട് UDFനാണോ LDFനാണോ എന്നുള്ളതാണ്. അത് ഏത് വിധത്തിൽ വേണം എന്നുള്ളതാണ് ഒരു യുവ നേതാവ് എന്നുള്ള രീതിയിൽ. അതൊക്കെ സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ച് 2,11,000-ൽ പരം വോട്ടർമാർ ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. ആ 2,11,000-ൽ പരം വോട്ടർമാരെ നേരിട്ട് കണ്ട് അവരുടെ എല്ലാം വോട്ട് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും വോട്ട് നേടുക എന്ന് തന്നെയാണ്. 2,11,000-ൽ പരം വരുന്ന രാജ്യത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ അവകാശം നൽകിയ രാജ്യത്തെ പൗരന്മാരായ മുഴുവൻ ആളുടെയും വോട്ട് എനിക്ക് വേണം. അതിനാണ് എല്ലാവരുടെയും വോട്ട് നേടി വിജയത്തിലെത്തുക, ലീഗിനെ ആ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. നവാസ് പ്രചരണത്തിൽ സജീവമായി തുടരുന്നു. ശാന്തകുമാർ വളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.